കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥ പറഞ്ഞാലോ? സീറോയുടെ വാല്യൂ അതെന്താണ്, എന്തുമാത്രം പ്രാധാന്യമുണ്ട് സീറോക്ക് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റോറിയാണേ. നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ദിവസം ഒരു മാത്തമാറ്റീഷ്യൻ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. നമുക്ക് പഠിക്കാൻ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കണമല്ലോ, അതിൻ്റെ പരിപാടിയിലാണ് മാത്തമാറ്റീഷ്യൻ. അപ്പോൾ മാത്തമാറ്റീഷ്യൻ എല്ലാ നമ്പേഴ്സിനും വിളിച്ചു. നമ്പേഴ്സ് എല്ലാവരും വരൂ, എൻ്റെ അടുത്ത് വരൂ എന്ന് പറഞ്ഞു വിളിച്ചു. എല്ലാ നമ്പേഴ്സും ഹാപ്പി ആയിട്ട് ഓടി വന്നു. അവർക്ക് ഇഷ്ടമാണ്. പുതിയ പുതിയ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവാൻ പോയല്ലേ, നമ്മളിങ്ങനെ നിർത്തും, എന്നിട്ട് പ്ലസ്സും മൈനസൊക്കെ അതിനിടയിൽ കൊടുക്കും, ഇക്വേഷൻസ് ഉണ്ടാക്കും. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഓടി വന്നു. അപ്പോൾ മാത്തമാറ്റീഷ്യൻ ചോദിച്ചു, സീറോയെ കാണുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും സീറോയെ തിരഞ്ഞു നോക്കുമ്പോൾ സീറോ മാത്രം അവിടെ ഇല്ല, ബാക്കി എല്ലാ നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ പറഞ്ഞു, എന്തിനാ സീറോക്ക് വാല്യൂ ഇല്ലല്ലോ, നമുക്ക് സീറോ വേണ്ട അവർ പറഞ്ഞു. മാത്തമാറ്റീഷ്യൻ പറഞ്ഞു, പറ്റില്ല, സീറോയെ വിളിക്കൂ. എല്ലാവരും തിരയാൻ തുടങ്ങി. എല്ലാവരും സീറോയെ വിളിച്ച് നടന്നോ, കാണുന്നില്ല. അങ്ങനെ മാത്തമാറ്റീഷ്യൻ നോക്കുമ്പോൾ പുറത്ത് ഒരു ട്രീയുടെ ബാക്കിലായിട്ട് ആള് ഒളിച്ചു നിൽക്കുക, മറഞ്ഞു നിൽക്കുക. ആൾക്ക് താല്പര്യമല്ല ഇക്വേഷൻ ആവാനൊന്നും. അപ്പോൾ മാത്തമാറ്റീഷ്യൻ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്താ സീറോ നീ വരാത്തത്? ഞാനിവിടെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കുകയാണല്ലോ, അപ്പോൾ എനിക്ക് നീ വേണ്ടേ? നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കുക? അപ്പോൾ സീറോ പറഞ്ഞു, ഞാൻ വരുന്നില്ല. ഞാൻ എന്തിനാ ഇക്വേഷനിൽ? എന്നെ ഏത് നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്താലും ആ നമ്പറിനൊരു മാറ്റം വരുന്നില്ല. എന്നെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ നമ്പറിന് മാറ്റമില്ല. പിന്നെ എന്നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താലോ ഉള്ള വാല്യൂ പോലും പോവും. പിന്നെ ഡിവിഷൻ്റെ കാര്യമാണെങ്കിലോ എന്നെ കൊണ്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ട് പോലും ഇല്ല. ആർക്കും അറിയില്ല ഡിവൈഡ് ചെയ്യേണ്ട കാര്യം. പിന്നെ ഞാനില്ല എന്ന നിർബന്ധം പിടിച്ച് അവിടെ നിന്നു സീറോ. അപ്പോൾ മാത്തമാറ്റീഷ്യൻ പറഞ്ഞു, നിനക്ക് നിൻ്റെ വാല്യൂ അറിയാഞ്ഞിട്ടാണ് സീറോ. നീ വാ, ഞാൻ കാണിച്ചു തരാം എന്താണ് നിൻ്റെ വാല്യൂ എന്ന്. അങ്ങനെ നിർബന്ധിച്ച് മാത്തമാറ്റീഷ്യൻ സീറോയും കൊണ്ട് എങ്ങോട്ട് പോയി? നമ്മുടെ ഇക്വേഷൻ ഫോം ചെയ്യുന്ന സ്ഥലത്ത് പോയി. അപ്പോൾ മറ്റ് നമ്പേഴ്സിനൊന്നും വലിയ വില ഇല്ല കേട്ടോ. ഈ സീറോയെ കണ്ടപ്പോൾ എല്ലാവരും ഒരു പുച്ഛത്തോട് കൂടിയിട്ട് സീറോയെ നോക്കുന്നു. എന്തിനാ ഈ സീറോയെ വിളിച്ചിട്ട് വന്നത്? സീറോ അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നോട്ടെ, എന്തിനാ വെറുതെ കൊണ്ടുവന്നത്? അങ്ങനെയൊക്കെ അവർ വിചാരിച്ചിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സീറോക്കും ഇല്ലാത്ത വിഷമത്തിലാണ് സീറോ നിൽക്കുന്നവരുടെ ഇടയിലൊക്കെ ഒരു നാണക്കേട്. എനിക്ക് മാത്രം ഒരു വാല്യൂ ഇല്ലല്ലോ എന്നാലോചിച്ച് ഇങ്ങനെ തലയും താഴ്ത്തി നിൽക്കുക പാവം സീറോ. അപ്പോൾ മാത്തമാറ്റീഷ്യൻ പറഞ്ഞു, സീറോ നീ എൻ്റെ അടുത്ത് വാ എന്ന് പറഞ്ഞു അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് നമ്പർ 1നെ അടുത്തേക്ക് വിളിച്ചു. നമ്പർ 1 നീ ഒന്നിങ്ങോട്ട് വാ. അങ്ങനെ നമ്പർ 1ഉം വന്നു നിന്നു. സീറോയോട് പറഞ്ഞു, നീ 1ൻ്റെ അടുത്ത് പോയി നിൽക്കൂ. അങ്ങനെ സീറോ 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോയി നിന്നു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ ഒരു വാല്യൂ ഇല്ലാതെ എന്നെ ഇങ്ങനെ 1ൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് നിർത്തുന്നത്? 0 1 ഒരു വാല്യൂ മാറ്റവും വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. മാത്തമാറ്റീഷ്യൻ പറഞ്ഞു, നീ നിൽക്കേണ്ടത് അവിടെയല്ല, നീ റൈറ്റ് സൈഡിൽ പോയി നിൽക്കൂ. റൈറ്റ് സൈഡിൽ പോയി നിന്നു. അപ്പോൾ 1 0 10 ആയി മാറി. എല്ലാ നമ്പേഴ്സും നോക്കി, എല്ലാവരും അതിശയിച്ച് നോക്കി നിന്നു. 1 0 10 ആണല്ലോ. 1ൻ്റെ വാല്യൂ കൂടിപ്പോയി 0 വന്നു കഴിഞ്ഞപ്പോൾ. എന്നിട്ട് മാത്തമാറ്റീഷ്യൻ എന്ത് ചെയ്തു? മറ്റ് നമ്പേഴ്സിനെ വിളിച്ചു. അവരുടെ അടുത്തും കൂടെ സീറോയെ നിർത്തി കൊടുത്തു. അപ്പോൾ എല്ലാവരുടെയും വാല്യൂ 10 ടൈംസ് കൂടുന്നത് കണ്ട് സീറോയ്ക്കും ഹാപ്പിയായി, മറ്റ് നമ്പേഴ്സിനും ഹാപ്പിയായി. അവരൊക്കെ സീറോയെ നല്ല ഇഷ്ടത്തോടു കൂടി നോക്കാൻ തുടങ്ങി. കാരണം അവരുടെ എല്ലാം വാല്യൂ കൂട്ടിയത് ആരാ? സീറോ ആണല്ലോ. അപ്പോൾ അവർക്കെല്ലാം സന്തോഷമായി. അങ്ങനെ മാത്തമാറ്റീഷ്യൻ സീറോയുടെ അടുത്ത് പറഞ്ഞു, നീ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നപ്പോൾ നിനക്ക് വാല്യൂ വന്നു അല്ലേ? നീ എപ്പോഴും അത് ആലോചിക്കണം സീറോ. നീ എപ്പോഴും നിൻ്റെ സ്ഥലം നീ ചൂസ് ചെയ്യണം. നീ എവിടെയാണോ വേണ്ടത് അവിടെയാണ് നീ നിൽക്കേണ്ടത്. അതല്ലാതെ നിനക്ക് തോന്നുന്ന പോലെ അവിടെയും ഇവിടെയും പോയി നിന്നാൽ പറ്റില്ല. നീ 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോയി നിന്നപ്പോൾ നിനക്ക് വാല്യൂ കിട്ടിയില്ലല്ലോ. നീ പൊസിഷൻ മാറി, നീ കറക്റ്റ് സ്ഥലത്ത് പോയി നിന്നപ്പോൾ നിനക്ക് വാല്യൂ കിട്ടി. ഇനി ഒരു സീറോയും കൂടി അവിടെ കൊടുത്താലും വാല്യൂ പിന്നെ 10 ടൈംസ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ നിനക്ക് മനസ്സിലായോ നിൻ്റെ വാല്യൂ? അങ്ങനെ മാത്തമാറ്റീഷ്യൻ ചോദിച്ചപ്പോൾ സീറോക്കും മറ്റ് നമ്പേഴ്സിനും എല്ലാം കാര്യം പിടികിട്ടി. അപ്പോൾ നമ്മളിതിൽ നിന്ന് പഠിക്കേണ്ടത് എന്താ? നമുക്ക് ആർക്കും വാല്യൂ ഇല്ലാതിരിക്കുന്നില്ല. നമ്മളാരും സീറോസ് അല്ല. വാല്യൂ ഇല്ലാത്ത സീറോസ് അല്ല, വാല്യൂ ഉള്ള സീറോസാണ് നമ്മളെല്ലാവരും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായി ചെയ്ത് നമുക്ക് വേണ്ട പൊസിഷൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഉണ്ട്. മറ്റുള്ളവരുടെ വാല്യൂ പോലും ഉയർത്താൻ പറ്റുന്ന വാല്യൂ നമുക്കുണ്ടെന്ന് നമ്മൾ
നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ശരിയല്ലേ കുട്ടികളെ? നമ്മളെല്ലാവരും ചില കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, എനിക്കൊന്നും അറിയില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ എന്തിനാ സ്കൂളിൽ പോകുന്നത്, ടീച്ചേഴ്സ് എന്നെ കളിയാക്കുന്നു, എന്നെ എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കുന്നു, ഞാൻ പോകുന്നില്ല. പേരൻസും കളിയാക്കും ചിലപ്പോൾ അല്ലേ, നീ എന്തിനാ സ്കൂളിലൊക്കെ പോയിട്ട്, കാര്യമില്ല, നീ പഠിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാം. നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയണം. നമുക്കും ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ കഴിവുകളൊക്കെ പുറത്തു വരുന്നത്. മനസ്സിലായോ? എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നല്ല കുട്ടികളായിട്ട് പഠിക്കണം, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം കേട്ടോ.